എനിക്കുറപ്പാ ഇത് മുരുക ഭഗവാനുടെ അമ്മ പാർവതിതാ, അതിലൊരു സംശയമില്ല. എന്റെ സെൽവണ്ണ, മുമ്പ് എന്നെ പിന്നാലെ നടന്ന് നിങ്ങൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷേ അന്നത്തെക്കാളും കൂടിയ ദ്രോഹ ഇപ്പൊ നിങ്ങൾ ഈ ചെയ്തോണ്ടിരിക്കുന്ന. അവൾ അവിടെ നിന്ന് അപ്പൊ തന്നെ പോകുന്നതാണ് സിനി. ഗ്രാമം കടക്കോളം കൃഷ്ണ അവിടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഉറക്കം വന്നിട്ട് വഴിയിലെങ്ങനെ നിർത്തിയിട്ടുണ്ടാവോ? ചിലപ്പോ അങ്ങനെ ആയിരിക്കും മാം. കുറച്ചു നേരം കൂടെ നോക്കാം, അത് കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാം. ശരി മാം. അതൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം മോളെ. അയ്യോ ദുബായ് മാമ, അക്കാര്യം മാത്രം ഇവളോട് പറയല്ലേ. ഇവള് മുമ്പ് ചെയ്തോണ്ടിരുന്ന എന്തെങ്കിലും നമ്മൾ ചെയ്തോളാന്ന് പറഞ്ഞാലേ ഇവള് നമുക്ക് നേരെ ചാടും. പിന്നെ ചാടാതെ, എനിക്കെപ്പോഴും എല്ലാവരുടെ കൂട്ടത്തിൽ നിൽക്കാനല്ലേ ഇഷ്ടം. എനിക്കെന്തേലും പ്രത്യേകത ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ച പിന്നെ എനിക്കെന്തേലും ചെയ്യാൻ പറ്റുമോ? മോളെ, ഈ ഗാഥയുടെ വരവും പോക്കും നിസ്സാരമായി കാണണ്ട കേട്ടോ. ഇവളുടെയൊക്കെ ഒരു കാര്യം എന്താണെന്നറിയോ? ഒറ്റ ബുദ്ധികളാ. ഒരു കാര്യം തീരുമാനിച്ചാ അത് നടപ്പാക്കാൻ അങ്ങോട്ട് ഇറങ്ങും, പിന്നെ പിടിച്ചാ കിട്ടില്ല. ഇന്ന് തനിച്ചു വന്നവള് നാളെ ആരെയെങ്കിലും കൂട്ടി വരില്ലെന്ന് ആര് കണ്ടു? ആ വരട്ടെ ദുബായ് മാമ. ഈ നാട്ടിലേക്കല്ലേ അവളെ എത്ര ആളെ കൂട്ടി വന്നാലും അവര് മുഴുവൻ വേണ്ടതൊക്കെ വാങ്ങിച്ചിട്ടേ ഇവിടുന്ന് പോവൂ. ഹാ, അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ മോളിക്കുട്ടി. മുമ്പായിരുന്നു കൃഷ്ണയും അമ്മയും ഈ ലോകത്തിന്റെ മൂലയില് ഒറ്റപ്പെട്ട് കിടന്നിരുന്ന. ഇപ്പൊ അങ്ങനെയാണോ? ചുറ്റിലും ആൾക്കാരുണ്ട്, ചോദിക്കാൻ ഒരുപാട് പേരുണ്ട്, ദൈവമുണ്ട്, എനിക്ക് നല്ല ധൈര്യമുണ്ട്. ആ എനിക്ക് കുഴപ്പമില്ല. എടാ സെൽവ, നീ എന്താ ഈ പറയുന്നത്? എന്നിട്ട് എവിടെ നീ പറയുന്നത് ദേവി? നീങ്ക വാങ്ങോ, കാണിച്ചു തരാം. അമ്മേ, ഇത് എന്തു പറ്റി നമ്മുടെ സെൽവന്? അമ്മാ, സെൽവൻ ഇന്നലെ രാത്രി ദേവിയുടെ ദിവ്യദർശനം ഉണ്ടായെന്നാ പറയുന്നത്. ആ അത് കൊള്ളാം. അപ്പൊ സെൽവൻ ഒരു പുതിയ ബിസിനസ് ആയല്ലോ. ബിസിനസ് അല്ല സാർ, സത്യം. ഞാൻ കണ്ടു സത്യം. ഇന്നലെ രാത്രി മലയ്ക്ക് മുകളിൽ ആകാശം മുട്ടിയൊരു രൂപം, മുഖത്ത് ദൈവകല, കണ്ണുകളിൽ തീപ്പൊരി. അതാരാണെന്നറിയോ? ഇവര് എന്നോട് തലവി കൃഷ്ണ. ഞാനോ? പേശക്കൂടാതമ്മ, ഇത് ഭക്തരുടെ പ്രാർത്ഥന. അമ്മേ ദേവി ശരണം, അമ്മേ ശരണം, ദേവി ശരണം. അമ്മേ, നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നേ? നിനക്ക് ചെലവൊന്നുമില്ലല്ലോ. ആളുകളെ പിടിച്ച് ദൈവാക്കിയല്ലേ, അതൊരു നല്ല കാര്യമല്ലേ. ഇടി, നീ ഒന്ന് മിണ്ടരുത് മോളിക്കുട്ടി. ഞാൻ പറഞ്ഞില്ലേ, ആകാശം മുട്ടെ നിന്നിരുന്നു ഈ ദേവി. അമ്മേ, ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോഴേക്കും രണ്ടായി പിളർന്നു നിൽക്കുന്നു. ഓ, എനിക്കുറപ്പാ ഇത് മുരുക ഭഗവാനുടെ അമ്മ പാർവതിതാ, അതിലൊരു സംശയമില്ല. അമ്മേ, എന്റെ സെൽവണ്ണ, മുമ്പ് എന്നെ പിന്നാലെ നടന്ന് നിങ്ങൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷേ അന്നത്തെക്കാളും കൂടിയ ദ്രോഹ ഇപ്പൊ നിങ്ങൾ ഈ ചെയ്തോണ്ടിരിക്കുന്ന. പ്ലീസ് ദയവ് ചെയ്തിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. അമ്മാ, നീ ഇനി എന്നാ சொன்னாலும் സെൽവന് നീ അമ്മതാ. സെൽവൻ ഇനി അങ്ങനെയേ കാണും. ദേവീ ശരണം, ദേവീ ശരണം, ദേവീ ശരണം, ദേവീ ശരണം, ദേവീ ശരണം, ദേവീ ശരണം, ദേവീ ശരണം. ഷോ, എന്തൊരു കഷ്ടം നോക്കിയ ഗോപാലമാമ. അവന്റെ ഒരു നെട്ടിളകിയതാ. എന്തായാലും ഇപ്പൊ മോളെ പേടിച്ച് അവനെ പഴയ വേലത്തരമൊന്നും കാണിക്കുന്നില്ല. ആ, നാട്ടുകാർക്ക് മോളെ കൊണ്ട് അത്രയെങ്കിലും മെച്ചമുണ്ടല്ലോ. ആ, അത്രയും കാലം മോള് സെൽവന്റെ മനസ്സിൽ ദേവി ആയിക്കോ, അല്ല എന്ത് ചെയ്യാനാ? എന്താ മൂർത്തി സാറേ? ഇന്ദ്രൻ സാറ് അത്യാവശ്യമായിട്ട് വിളിക്കാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഇപ്പൊ വിളിച്ചത്. ഈ കാലം അത്രയും ഇന്ദ്രൻ സാർ നിശ്ചയിച്ചിരുന്ന റൂട്ടിലായിരുന്നു കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ശ്രീനിവാസ് സാറിന്റെ സ്വത്തുവകൾക്കൊക്കെ ഒരിക്കലും ഒരു അവകാശം ഉണ്ടാകാൻ പാടില്ലെന്ന് ഇന്ദ്രൻ സാറും സത്യവതി മാഡവും ആഗ്രഹിച്ചു. അവരുടെ ഫലപ്രദമായ ഇടപെടലുകൾ കൊണ്ട് ഒരാള് പോലും അങ്ങോട്ട് എത്തിയിട്ടില്ല. പക്ഷേ ഇപ്പൊ വന്നോലുണ്ടല്ലോ കൃഷ്ണ,
അത് ദൈവം കൂട്ടിച്ചേർത്ത പോലെ ഒരു കൂട്ടിച്ചേർക്കല. ഒരുപക്ഷെ എത്രയോ കാലം മകളെ അന്വേഷിച്ച് ശ്രീനിവാസ് സാർ അലയേണ്ടതായിരുന്നു. അതൊന്നും കൂടാതെ ജയിലിൽ നിന്ന് വന്ന മനുഷ്യന് മുന്നിൽ അയാളുടെ മകള് പ്രത്യക്ഷപ്പെട്ടു. ശ്രീനിവാസൻ സാറിന്റെ സമ്പത്തിന്റെ അവകാശി വാഴാൻ പാടില്ല. കൃഷ്ണ കൊല്ലപ്പെട്ടേ പറ്റൂ. അതാണ് അവരുടെ തീരുമാനം. എന്ന് വേണം അത് തീരുമാനിച്ചു പറഞ്ഞാൽ മതി. ഇന്ന് രാത്രി അത് നടക്കണം. ശരി, കൃത്യമായ നിർദ്ദേശം ഞാൻ തരാം. നീയും നിന്റെ ആളുകളും തയ്യാറായിരുന്നാ മതി. ഓക്കെ സാർ. പിടി കൊടുക്കുന്നതും ചാവുന്നതും ഒരുപോലെയാ. അത് ഓർമ്മ വേണം. ശ്രീനിവാസ സാറിന്റെ ശക്തിയെക്കുറിച്ച് പ്രത്യേകിച്ചും. ഇവിടെ ഇരുട്ടിന്റെ രാജാക്കന്മാർ ഞങ്ങൾ തന്നെയാ. ഞങ്ങളെ ആരും മറികടക്കില്ല. സാർ ഫിക്സ് ചെയ്തോ, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ. അവൾ ഇന്ന് ഫിനിഷാവും സാറേ. അമ്മയ്ക്കേ ഈ പ്രായത്തിൽ ജോലി ചെയ്ത് കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? ജോലി ചെയ്യുന്നതിന് അങ്ങനെ പ്രായമൊന്നുമില്ല മോളെ. എന്നാലേ ഇനി കൈ പൊള്ളിച്ച് ഇങ്ങനെ ജോലി ചെയ്യണ്ട. എന്താ ഇത്? ഇതാണ് പ്ലാസ്റ്റിക് പൗച്ച് സീലർ. എന്ന് വെച്ചാലേ കൈ പൊള്ളാതെ പ്ലാസ്റ്റിക് കവർ ഒട്ടിക്കാനുള്ള സൂത്രം. കാണിച്ചുതരാം. ഇനി അമ്മ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയേ. ഇന്നത്തെ ദിവസം തന്നെ അമ്മയ്ക്കിത് സമ്മാനമായിട്ട് തരണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസത്തിന് എന്താ പ്രത്യേകത? ഇന്നല്ലേ അമ്മമാരുടെ ദിനം. ലോക മാതൃദിനം. അതെ, അപ്പോ ഹാപ്പി മദേഴ്സ് ഡേ.